പ്രമുഖ ഫോറൻസിക് വിദഗ്ധയും കേരളത്തിലെ ആദ്യത്തെ വനിതാ ഫോറൻസിക് സർജനുമായ ഡോക്ടർ ഷേർലി വാസു അന്തരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. 2016 സർവീസിൽ നിന്നും വിരമിച്ച ശേഷം കോഴിക്കോട് മുക്കം KMCTയിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. സംസ്ഥാനത്തെ ആദ്യ വനിതാ ഫോറൻസിക് സർജൻ എന്ന നിലയിൽ ശ്രദ്ധേയയാണ് ഡോക്ടർ ഷേർലി വാസു. 35 വർഷത്തെ ഔദ്യോഗിക കാലയളവിൽ കോളിളക്കം സൃഷ്ടിച്ച നിരവധി കേസുകൾക്ക് തുമ്പുണ്ടാക്കിയിരുന്നു. ചേകന്നൂർ മൗലവി കേസ്, സൗമ്യ കേസ് അടക്കം ശ്രദ്ധേയമായ പല കേസുകളിലും പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷേർലി വാസുവായിരുന്നു. ഏകദേശം 20,000-ഓളം പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടുള്ള ഡോക്ടർ ഷേർലി വാസുവിന്റെ പോസ്റ്റ്മോർട്ടം ടേബിൾ എന്ന പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ ഫോറൻസിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ മാഡത്തിൻ്റെ പേരാണ് ഇപ്പോഴും ആദ്യം എല്ലാവരുടെ മനസ്സിലും വരിക. കാരണം മാഡത്തിൻ്റെ ഒരു പ്രത്യേക രീതിയാണ് ഈ കേസ് അനാലിസിസൊക്കെ. ഞങ്ങളൊക്കെ ആ രീതി ഫോളോ ചെയ്യാനാണ് ശ്രമിക്കാറ്. എന്തായാലും മാഡത്തിൻ്റെ ജീവിതം തന്നെ എനിക്ക് തോന്നുന്നത് അത്ര ഇൻവോൾവ് ആയിരിക്കും ഓരോ കേസ് വരുമ്പോഴും. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് 1979 MBBS-ഉം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് 1984 ഫോറൻസിക് മെഡിസിനിൽ MD-യും നേടി. 1982 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അധ്യാപിക. കോട്ടയം മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ പദവികൾ വഹിച്ചു. 1996 WHO-യുടെ ഫെല്ലോഷിപ്പിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും നേർക്കുള്ള അതിക്രമങ്ങളിൽ ഇംഗ്ലണ്ടിൽ ഉപരിപഠനം നടത്തിയിട്ടുണ്ട്. 1997 മുതൽ 1999 വരെ പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെപ്യൂട്ടേഷനിൽ പ്രൊഫസറായി പ്രവർത്തിച്ചു. പിന്നീട് അസോസിയേറ്റ് പ്രൊഫസറായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മടങ്ങിയെത്തി. 2001 ജൂലൈ മുതൽ പ്രൊഫസറായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് സങ്കീർണമായ പല കേസുകളിലും തുമ്പുണ്ടാക്കാൻ സാധിച്ചത്. 2010 തൃശൂർ മെഡിക്കൽ കോളേജിലെത്തിയ ഷേർലി വാസു 2012 വരെ ഫോറൻസിക് വിഭാഗം മേധാവിയായി തുടർന്നു. 2014 പ്രിൻസിപ്പലായി. 2017 സംസ്ഥാന സർക്കാരിന്റെ വനിതാരത്നം പുരസ്കാരമായ ജസ്റ്റിസ് ഫാത്തിമ ബീവി അവാർഡും ഡോക്ടർ ഷേർലി വാസുവിന് ലഭിച്ചിട്ടുണ്ട്. രാവിലെ കോഴിക്കോട് മായനാട്ടെ വീട്ടിൽ കുഴഞ്ഞു വീണ ഡോക്ടർ ഷേർലി വാസുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ മരണം സംഭവിക്കുകയായിരുന്നു. മൃതദേഹം മായനാട്ടെ വീട്ടിലെ പൊതുദർശനത്തിന് വെച്ചു. എറണാകുളത്ത് നിന്ന് ബന്ധുക്കളെത്തിയ ശേഷം നാളെ കോഴിക്കോട് വച്ചായിരിക്കും സംസ്കാരം. ന്യൂസ് മലയാളം, കോഴിക്കോട്.